ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരം രാജു കൂടെയുണ്ട്, നിയമവിദഗ്ധൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട്. ശ്രീ കാളീശ്വരം രാജു, സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് അതത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അതിന്മേൽ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ പോലും അടയിരിക്കാനുള്ള അവകാശമില്ല. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞ് നിഷേധിക്കുകയാണെങ്കിൽ അതിനൊരു എന്താണ് അതിന്റെ കാരണമെന്ന് വ്യക്തമാക്കാൻ രാഷ്ട്രപതിക്കും ബാധ്യതയുണ്ട് എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ്. അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നുള്ള ഉത്തരവ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? അല്ല, അത് തീർച്ചയായിട്ടും ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭരണഘടനയുടെ 200-ാം വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് നിശ്ചിതമായ സമയത്തിനുള്ളിൽ വേണമെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ നിശ്ചിത സമയത്തിനുള്ളിൽ ഗവർണർമാർ അല്ലെങ്കിൽ രാഷ്ട്രപതി അടക്കം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലോ ഭരണഘടനയുടെ അനുച്ഛേദം കൃത്യമായി യാതൊരു കാര്യവും പറയുന്നില്ല. ഇങ്ങനെ പറയാതിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനയുടെ ഒരു പോരായ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോരായ്മയാണ് ഇപ്പോൾ സുപ്രീം കോടതി നികത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടനയുടെ അനുച്ഛേദങ്ങളുടെ പോരായ്മ വ്യക്തമാക്കാൻ വേണ്ടി, അതുപോലെ ആ പോരായ്മയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി സുപ്രീം കോടതി ശ്രമിച്ചു. ഇതുവഴി സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഈ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഈ ബില്ലിന്മേൽ ഗവർണർമാരെ കൊണ്ട് അടയിരിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഗവർണർമാരുടെ ഓഫീസുകളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭകളുടെ അധികാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി. അതിന് സുപ്രീം കോടതി ഒരു പരിധി വരെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അത്രത്തോളം അത് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ വികേന്ദ്രീകൃത ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും മുൻപോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളതാണ് എന്ന് നിസ്സംശയം പറയാം. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജു അവസരത്തിൽ പ്രതികരിച്ചതിന്.